ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം, സുഖമല്ലേ? ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്നൊരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പിയാണ്. ചെമ്മീൻ ഉരിക്കാൻ കുറച്ച് പ്രയാസമാണെങ്കിലും കുറച്ചല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം പ്രയാസമാണ് കേട്ടോ ചെമ്മീൻ ഉരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ, ചെമ്മീൻ വെച്ചിട്ട് അതൊഴിച്ച് നോക്കിയാൽ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇത് ആദ്യം ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും പിന്നെ കുറച്ച് വിനിഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നല്ലപോലെ മൊരിയണം എന്നില്ല കേട്ടോ, എന്നാലിട്ട് ഫ്രൈ ആവും വേണം. നല്ല മൊരിഞ്ഞെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ അത്യാവശ്യം നല്ലപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും ചെമ്മീനും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി മിക്സ് ആകുമ്പം. എന്നിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ആ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്, മൊരിക്കാതെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ചിട്ട്, കുക്കറിലേക്ക് ആദ്യം ഞാൻ ഗീയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, ഇതിലേതെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നോർമലി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഏലക്കായ്, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ആ ചെറിയ ഉള്ളിയും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലപോലെ വാടിയെടുക്കാം. ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ കേട്ടോ നല്ലപോലെ വാടണം ഉള്ളി. അതുവരെ ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചിട്ട് അതും അങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഉള്ളി കണ്ടില്ലേ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതേനും തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചെമ്മീൻ, പൊരിക്കാതെയുള്ള കുറച്ച് ചെമ്മീൻ ഉണ്ടല്ലോ, അതൊരു പിടി ചെമ്മീൻ, ഞാൻ അത് ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഈ ഒരു തക്കാളി, ഉള്ളിയൊക്കെ നല്ലപോലെ വാടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് മാഷായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ഗരം മസാല അത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് നല്ല ചൂട് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു കപ്പ് അരിക്ക് 1 കപ്പ് എന്നുള്ള അളവിലാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു വെള്ളം ഞാൻ അവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ പിന്നെ നിങ്ങൾ ചെമ്മീൻ എത്ര അളവാണോ എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മെഷർമെൻറ്റൊക്കെ. സംഭവം ഭയങ്കര സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ചെമ്മീൻ കുറേ ഇട്ടിട്ടുണ്ടാക്കണം. അപ്പോൾ ചെമ്മീൻ്റെ നല്ല ഫ്ലേവറൊക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
ഞാനിവിടെ എടുത്തിട്ടുള്ള കുക്കർ നല്ല ചെറുതായി പോയിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേറെ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടേനു. ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. ഒരൊറ്റ വിസിൽ വന്ന് വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ സംഭവം നല്ല അടിപൊളി സ്മെല്ലായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചധികം ചെമ്മീൻ തന്നെ ഇട്ടുണ്ടാക്കിക്കോളി, അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക. അതിനതാ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല നേരത്തെ കുക്കർ മാറ്റിയിട്ടുണ്ടേനു. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഒരു പ്ലേറ്റിലെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറാണ്, ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം, എന്തായാലും ട്രൈ ആക്കി നോക്കി എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.